Watch India's largest kids library only on Jio Hotstar. Download the app now. ഫുർഫുരി നഗരത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഇന്നിങ്ങനെ ഇവിടെ ക്ഷണിക്കാൻ കാരണം, അതായത് ഞാൻ കുറച്ച് ദിവസത്തിനകം 1 മാസത്തെ അവധിക്കായിട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ മേയർ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന്റെ വികസനത്തിനായിട്ട് ജനങ്ങളെ സേവിക്കുന്ന ഒരാളെ ഞാൻ എന്നും വീക്ഷിക്കുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അയാളുടെ ജോലി കൊണ്ട് ജനങ്ങൾക്ക് നന്മ ഉണ്ടാവുന്നു എന്ന്. സോ ഓൾ ദി ബെസ്റ്റ്. എന്റെ വീക്ഷണം നിങ്ങൾ എല്ലാവരിലുമുണ്ട്. പത്തുലു വരൂ, നമുക്കും എന്തെങ്കിലും ജോലി ചെയ്യാം, ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് പോലെ. പക്ഷേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കേ. ഐഡിയ. രാവിലെ തന്നെ എല്ലാവരും ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരിക്കും. അവർക്ക് ചായയും പലഹാരം ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കാണില്ല. നമ്മൾ എന്നും ചായക്കടയിൽ ഫ്രീ ആയിട്ട് സമൂസ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷമുണ്ടാകും. ഞാൻ ഈ ഫുർഫുറി നഗറിലെ എല്ലാവർക്കും ബോക്സിംഗ് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് സ്വയം സുരക്ഷ ഉണ്ടാക്കാം. മുഴുവൻ ഫുർഫുറി നഗരത്തിനെയും ഞാൻ സുരക്ഷിതമാക്കും. എന്റെ ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി എന്നെ മേയറാക്കും. സാമൂഹിക സേവനം ചെയ്ത് എല്ലാവരും വലിയ നേതാക്കന്മാരാകാറുണ്ട് ചങ്കേ. എന്റെ രോഗികളാണ് സത്യം. നമുക്ക് ഈ പരിപാടിയൊക്കെ തുടങ്ങിയാലോ ചങ്കേ? പൊളിച്ചെടുത്തല്ലോ. എനിക്ക് സമൂഹ സേവനത്തിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എന്റെ സമൂഹ സേവനം കണ്ടിട്ട് ഇപ്പോഴത്തെ മേയർ പറയും നിങ്ങളാണ് അടുത്ത മേയർ ആവാനുള്ള യോഗ്യത ഉള്ള ആളെന്ന്. മേയർ ജോൺ ആയിരിക്കും. ഈ ജോൺ തന്നെ ആയിരിക്കും മേയർ. എന്ത്? മേയർ സാറിന് ഡോൺ ആകണമെന്നോ? കൊള്ളാലോ. അല്ലടാ ബരബണ്ട, ഈ ഡോൺ മേയർ ആകാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റാരെയും മേയർ ആകാൻ ഞാൻ അനുവദിക്കുകയില്ല. മോട്ടു, ഇനി എത്ര സമൂസ തരണം? പത്തുലു വയറ് നിറയുന്നത് വരെ മതി. കാശ് തരാതെ നിങ്ങൾക്കൊന്നും തരുന്ന പ്രശ്നമില്ല. അയ്യോ, കള്ളൻ കള്ളൻ അടിക്ക്. മതി, നിന്റെ നാടകമൊക്കെ നിർത്തിയിട്ട് ആൾക്കാർക്ക് സമൂസ കൊടുക്കാൻ നോക്ക്. മോട്ടു പത്രം എന്തായാലും ഈ സ്ഥലത്തുനിന്ന് സ്ഥലം വിട്ടുപോയി. ഇനി ആ ബോക്സറിന്റെ ഊഴമാണ്. വെരി ഗുഡ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അകത്തു നിന്നും പഞ്ചിങ് ബാഗ്സ് കൊണ്ടുവരാം. സഹോദരന്മാരെ, മോട്ടു ഇന്നാണ് എന്നോട് കാര്യം പറഞ്ഞത്. ആരോട് മേയറെ ബോക്സിംഗിൽ തോൽപ്പിക്കുന്നത് അവർക്കായിരിക്കും അടുത്ത മേയർ ആകാനുള്ള ചാൻസ്. കൊള്ളാം, എന്ത് നല്ല കവിതയാ. ഇടവണ്ട, കവിതയുടെ കാര്യമൊക്കെ വിട്. മേയർ ആകണമെന്നുണ്ടെങ്കിൽ ആ ബോക്സറെ എടുത്തിട്ട് ഇടിക്ക്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ബോക്സറെ ഇടിച്ച് പിടിച്ചൊരു പരുവത്തിലാക്ക്. പഞ്ചിങ് ബാഗിനെ തല്ലേണ്ടത് എന്നെയല്ല.
ഇനി ബാക്കിയുള്ളത് ആ ചട്കയും കസീട്ടർ റാബുമാണ്. സഹോദരന്മാരെ, ഞങ്ങൾ സാമൂഹിക സേവനമായിട്ട് ഇറങ്ങിയതാ. പറയൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഭയങ്കര ചപ്പും ചവറും ഒക്കെയാ. ഇതൊന്ന് വൃത്തിയാക്കിയാ കൊള്ളാം. അതിനിപ്പോ എന്താ സുഹൃത്ത്, ഇപ്പൊ തന്നെ വൃത്തിയാക്കാമല്ലോ. പൊളിച്ചെടുത്തല്ലോ. ചവറ് വൃത്തിയാക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ ഇപ്പൊ ശരിയാക്കി തരാം. കഴിഞ്ഞു കഴിഞ്ഞു സുഹൃത്തുക്കളെ. അല്ല ചേട്ടാ, എവിടെ പോവാണ്? ഈ വഴി കണ്ടില്ല, വളരെ മോശമായിട്ട് കിടക്കുക. ഇതും ഒന്ന് ക്ലീൻ ചെയ്ത് കൂടെ? അതിനിപ്പോ എന്താ സുഹൃത്തെ, ഇപ്പൊ തന്നെ വൃത്തിയാക്കാമെന്നേ. ഇതൊക്കെ എന്റെ കടമയല്ലേ. ഇപ്പൊ ചെയ്യാ, ഇപ്പൊ തന്നെ. കസിട്ട് പരിപാടി തുടങ്ങിക്കോ. അവിടെ അവിടെ പിന്നെ ഇവിടെ പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും ചവറ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ചങ്കെ, ഇതൊക്കെ സാമൂഹിക സേവനത്തിന്റെ ഭാഗം. കള്ളൻ കള്ളൻ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേക്ക്. പിന്നെ നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നെ എടുത്തിട്ട് തല്ലിക്കോ. ചട്കയും കസീട്ടറാമും എന്നോട് പറഞ്ഞിരുന്നു എല്ലാ വീടിന്റെയും മുൻഭാഗം വൃത്തിയാക്കി അവരെ എല്ലാം അവിടെ കൊണ്ടുവന്ന് ബിസിയാക്കി നിർത്താമെന്ന്. അപ്പൊ എനിക്ക് പിൻഭാഗത്ത് കൂടി വന്ന് എല്ലാ വീടുകളും കൊള്ളയടിക്കാമല്ലോ. അങ്ങനെയാണ് അവര് പറഞ്ഞത്. പിന്നെ ഞങ്ങളത് തുല്യമായി വീതിക്കും. ആദ്യം നമുക്ക് ആ ജഡ്കയുടെയും ഗസിത്തറാമിന്റെയും കാര്യം നോക്കാം. നമ്മളെ വീടുകളാക്കുകയാണോ? വാ. സാമൂഹ്യ സേവനം ആ കള്ളൻ ഡോണാണ് നിങ്ങളെയൊക്കെ കൊടുക്കാൻ നോക്കിയത്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരൈഡിയുണ്ട്, കേൾക്കൂ. യെസ്, ആ കള്ളൻ ജോണിനെ പാഠം പഠിപ്പിക്കാൻ ഒരു പറ്റിയ ഐഡിയ തന്നെയാണത്. ജോൺ ദ ഡോൺ ഹിയർ. ഹൂ ഈസ് സ്പീക്കിംഗ്? എടോ ജോൺ ദ ഡോൺ, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഇവിടെ തേനീച്ച ഗുഹ എവിടെയാണ് ഉള്ളത്? തേനീച്ച ഗുഹയോ? എന്താ എന്താ കാര്യം? അറിയോ, മോട്ടു പത്ലു കസിട്ടറാം ജഡ്ക പിന്നെ ബോക്സറേട്ടനെ ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് തല്ലി. അവരൊക്കെ തെറ്റായ സാമൂഹ്യ സേവനമാണ് ചെയ്തിരിക്കുന്നത്. മേയർ സാർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ ആ തേനീച്ച ഗുഹയ്ക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ധൈര്യം കണ്ട് അദ്ദേഹം സന്തോഷിച്ച് എന്നെ ഇവിടുത്തെ പുതിയ മേയറാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആര് തേനീച്ച ഗുഹയ്ക്കകത്ത് 1 മണിക്കൂർ ഇരിക്കുന്നു അയാൾ ഇവിടുത്തെ മേയറാകുമെന്ന്. നിനക്ക് ഇവിടുത്തെ കാട് നന്നായിട്ട് അറിയാമല്ലോ. തേനീച്ച ഗുഹ എവിടെയാണെന്ന് പറയൂ പ്ലീസ്. ചിങ്കം സാറേ, എനിക്ക് ആ ഗുഹ എവിടെയാണെന്ന് അറിയില്ല. സോറി, സോറി. ഇനി മേയറാകുന്നത് ഈ ജോൺ ആയിരിക്കും. ഈ ജോൺ തന്നെയായിരിക്കും മേയറാകുന്നത്. തേനീച്ച ഗുഹയിൽ 1 മണിക്കൂർ ഇരുന്നാ മതി, അത്രയേ ഉള്ളൂ. ബോസ്, ഇവിടെ മുഴുവൻ തേനീച്ചക്കൂടാണല്ലോ. നമ്മൾ വളരെ സൂക്ഷിക്കണം. അനാവശ്യമായി അപകടം വിളിച്ചു വരുത്തണോ? ഒരൊറ്റ മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളു. മിണ്ടാതെ അകത്ത് കയറി ശബ്ദമുണ്ടാക്കാതെ ഇരുന്നോളണം. 1 മണിക്കൂർ ഇതിനകത്ത് ചെലവിട്ടാൽ 1 മാസം മേയറായിട്ട് വിലസാം. അറിയാമോടാ, എല്ലാ ഖജനാവുകളും നമുക്ക് കൊള്ളയും പഠിക്കാം. മേയറായിരിക്കും ഈ ജോൺ, ഈ ജോൺ ആയിരിക്കും മേയർ. വേഗം. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്നെ പുറത്തിറക്ക്. തുറക്ക്. ഈ ജോണിന് മേയറാകണ്ട. എനിക്കിനി എന്റെ ജീവിതത്തിൽ മേയറാകണ്ടേ. ബോസ് എന്താ കാണിക്കുന്നേ? അങ്ങോട്ട് നോക്ക്. ശബ്ദമുണ്ടാക്കരുത്. ശബ്ദമുണ്ടാക്കിയ അവ കൂട്ടത്തോടെ വരും. ഈ ജോണിന്റെ ആളായിട്ട് വെറും തേനീച്ചകളെ പേടിക്കുകയോ? നിനക്ക് നാണമില്ലേടാ?
സഹോദരിമാരെ തയ്യാറായിക്കോളൂ. താഴെ കള്ളന്മാര് നമ്മുടെ തേൻ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു. അതെ ചേട്ടന്മാരെ, അവിടെ അകത്ത് ജോണും കൂട്ടരും പോയിരുന്നു. അവരെ അങ്ങ് കണ്ടായിരുന്നു. ഞാൻ തന്നെയാ ജോൺ. ആ തേനീച്ചകളെ കുത്തി കുത്തി ഞങ്ങളെ ഈ പരുവത്തിലാക്കിയതാ. അത് എന്റെ ലീവ് ക്യാൻസൽ ആയി പോയി. ഇനി ഞാൻ എങ്ങും പോണില്ല. ഇനിയിപ്പോ എന്റെ സ്ഥാനത്ത് മറ്റൊരാളെ മേയറായിട്ട് നിയമിക്കുന്നതും ക്യാൻസൽ. എന്ത്? മേയറാക്കുന്നത് ക്യാൻസൽ ചെയ്തെന്ന്? ഈ വിദേശികളൊക്കെ ആരാണോ? എവിടുന്നാണോ വന്നത്? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ. എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് ഓടിക്കണേ? Watch India's largest kids library only on Jio Hotstar. Download the app now.